ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതല്ല, ഞാൻ കളക്ട് ചെയ്ത് വച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ മുൻപ് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതും സിമ്പിളാണ്. ഇത് അതിലും സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക, എന്നിട്ട് പകുതിയായിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു പേപ്പറാണ് ടിഷ്യൂ പേപ്പർ, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നനവോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷം മാത്രം ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മടക്കി എടുത്തിട്ടുള്ളത് മെത്തേഡ് നിങ്ങൾ നോക്കി വയ്ക്കുക, എങ്ങനെയാണ് മടക്കി എടുത്തിട്ടുള്ളതെന്ന്. എന്നിട്ട് ഈ കത്രിക യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. തീരെ താഴെയല്ല തീരെ മുകളിലല്ലാത്ത രീതിയിൽ വേണം ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ്, ഇത്രയും നീളത്തിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക. അത്രയും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് 2 പേപ്പറായിട്ട് കിട്ടും. ഈ 2 പേപ്പറും ഒരൊറ്റ ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 2 എണ്ണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? പിന്നെ ഇതേ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇനി ഇതേ കൂട്ടുകാരെ, ഞാൻ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. എൻ്റെ ഈ ഒരു കമ്പി ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്രാഫ്റ്റുകൾക്കും ഈ ഒരു കെട്ടുകമ്പി ആഡ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കെട്ടുകമ്പി എടുക്കുക, അല്ലെങ്കിൽ ഫ്ലവർ വയറൊക്കെ ഉണ്ടല്ലോ, പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എൻ്റെ സംഭവം ഇല്ല, ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ വയസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അതിൻ്റെ സാധനങ്ങൾ. ഇനി ഇതേ ആ ഒരു കെട്ടുകമ്പിയുടെ മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെയ്ത് വെച്ച ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ചെറുതായിട്ട് ആ ഒരു താഴ്ഭാഗത്ത് ഞാൻ ചുളുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചുളുക്കിയാണ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഇതുപോലെ ചുളുക്കി കൊടുത്തു. ഇനി നൂല് യൂസ് ചെയ്തിട്ട് ഞാൻ വൈറ്റ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ പോർഷൻ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. പിന്നെ പെറ്റൽസ് ഒന്നും ചുളിവ് വീഴാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നൂല് വെച്ചിട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ നനവൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൈയൊക്കെ ഇത് ചെയ്യുമ്പോൾ എന്തായാലും വിയർത്തു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാനാണ്. ലോങ് ടൈം ഇതിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്തൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ക്രാഫ്റ്റ് ഇത്രയും നാൾ ഇരുന്നിട്ടുണ്ട്, വേറെ ഒരു കേടുപാടുകളോ ഒന്നും വന്നിട്ടില്ല. അതിനകത്ത് നമ്മൾ അതുപോലെ 2ാമത്തെ പൂവും ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കെട്ടുകമ്പിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ 2ാമതും ഒരു പൂവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും ഒരു അരമണിക്കൂറിന് മുൻപേ എടുത്തതാണ്. ബാക്കി സമയം പെട്ടെന്ന് വോയിസ് റെക്കോർഡൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഈ ഒരു വീഡിയോസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിച്ച് കളയുക. ഇനി അടുത്തായിട്ട് നമുക്ക് മുട്ട ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുക്കുക. സെൻറ്ററിലായിട്ട് ചെറിയൊരു മടക്ക് കൊടുക്കുക. മടക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു താഴ്ഭാഗം നന്നായിട്ട് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാനതിൽ പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും ആകുമ്പോൾ തന്നെ അടിപൊളി മുട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ടാണ്. ഇനി ഇതേ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൂടെ കൊടുക്കുമ്പോൾ സംഭവം സെറ്റ്. പിന്നെ അതിൻ്റെ താഴെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇതേ നമ്മളൊരു മുട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 2ാമത് ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്.
പിന്നെ ഇതേ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുതേ. ഇത് രണ്ടാമത്തെ മുട്ടിലെ ഇതുപോലെ തണ്ട് ഞാൻ നന്നായിട്ടൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 മുട്ടുകൾ മാത്രമേ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളവർ ഒരുപാട് ഉണ്ടാക്കി എടുത്തോളൂ, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം 2 മതി, പ്രത്യേകിച്ച് നമുക്ക് സമയമില്ലേ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് കൂടെ വെച്ച് ചുറ്റി എടുക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ടുകൾ കിട്ടും. പിന്നെ കൂട്ടുകാരത് ഈ പാഴ്വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ കണ്ടെയ്നർ, അതായത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കളയുന്ന ആ ഒരു പാത്രം, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇട്ട ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അത് അമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അത് കൂടാഞ്ഞിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലാവട്ടെ, പ്ലാസ്റ്റിക് സ്പൂൺ ആവട്ടെ, ഇതൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൻ്റെ തന്നെ നമ്മൾ വേറെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെറൈറ്റീസ് വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്ന സാധനം നമ്മൾ വെറുതെ കൈ തുടച്ച് കളയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ചിലരുടെ വീട്ടിലൊക്കെ അങ്ങനെയൊന്നും യൂസ് ആക്കാതെ വെറുതെ ഒരു മൂലയ്ക്ക് കൊണ്ട് വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എടുക്കുക ചെയ്യുക. പിന്നെ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ബുക്ക് പേപ്പർ എടുത്തിട്ട് സെയിം മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി, അടിപൊളിയായിരിക്കും. പിന്നെ അതിൽ കുറച്ച് കളറൊക്കെ അടിച്ച് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കും, ചീത്തയാകാതെ. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന എത്രയാണോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന അത്രയും നാൾ അത് നിങ്ങളുടെ കയ്യിൽ വേറെ കേടുപാടുകളൊന്നും ഇല്ലാതെ ഇരിക്കുവാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. നമുക്കിത് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരുപാട് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്, പൂക്കൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഇതിലും വേറെ മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമുക്ക് 9K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ വെറുതെ സപ്പോർട്ട് ചെയ്ത് പോകാതെ നമ്മുടെ വീഡിയോസൊക്കെ മൊത്തത്തിലൊന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, എന്നാലും ഈ സമയം വെറുതെ കളയുന്നവരുണ്ടല്ലോ, നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.